ഓക്കെ, നമ്മളിവിടെ ഈ പരിചയപ്പെടുത്തുന്ന കമ്പനിയുടെ പേര് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. തൃശ്ശൂരിലാണ് നമ്മുടെ ഈ കമ്പനിയുടെ ഓഫീസ്. അതേപോലെ തന്നെ കമ്പനി പറയുകയാണെങ്കിൽ 1998 ഒരു പാർട്ണർഷിപ്പ് ഫോമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു IT കമ്പനിയാണ്. 2008 ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് മാറി. തീർച്ചയായിട്ടും കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത് ERP സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. തീർച്ചയായിട്ടും ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഒക്കെ ഒരുപാട് ചെറുതും വലുതുമായ കമ്പനികൾക്ക് സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷനും നിർമ്മിച്ച് സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു IT കമ്പനിയാണ്. ഹോസ്പിറ്റൽ, ലാബുകൾ, ജ്വല്ലറികൾ, ഫിനാൻസ് കമ്പനികൾ, ചിട്ടി കമ്പനികൾ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾക്കൊക്കെ സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷനും എല്ലാം തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ഈ കമ്പനി 2 ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നു. ഒരെണ്ണം പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ, രണ്ടാമത് വണ്ടർ മാക്സ് ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ ആണ്. ഇത് രണ്ടും പ്ലേ സ്റ്റോറിലുള്ളതാണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായിട്ടും MySaving.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ ലീഗൽ പേർപ്പസ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. MySaving.in. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു 2 പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നത് ഈ കമ്പനി. ഒരെണ്ണം പേഴ്സണൽ മാനേജ്മെന്റും രണ്ടാമത് വണ്ടർ മാക്സും. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാ ഭാഷകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന, ഏത് കുട്ടികൾക്കും എത്ര ഏജിലുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും നമുക്കറിയാം ആദ്യം വേണ്ടത് എന്താണ്? ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ടോട്ടൽ പറയുകയാണെങ്കിൽ 16ഓളം ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള നമ്മുടെ A to Z കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് വരെ കൃത്യമായി അതിനുള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ മണി മാനേജ്മെന്റും ടൈം മാനേജ്മെന്റും പേഴ്സണാലിറ്റി എല്ലാം ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ് മൈ പേഴ്സണൽ ആപ്പ്. ഇതാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ്. രണ്ടാമത്, നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ട് ഇഷ്ടത്തോടു കൂടി പഠിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു ആപ്ലിക്കേഷനുള്ളിൽ 5 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് സ്റ്റേറ്റും CBSE കവർ ചെയ്യുന്ന മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ നമ്പർ 1 ടീച്ചേഴ്സുകൾ ക്ലാസ് എടുക്കുന്ന വീഡിയോ, ടെക്സ്റ്റ്, PDF, IIT ഫൗണ്ടേഷൻ, സ്കോളർഷിപ്പ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ കമ്പനിയുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ്. തീർച്ചയായിട്ടും ഈ കമ്പനിയുമായിട്ട് നമുക്ക് ഏതെല്ലാം തരത്തിൽ അസോസിയേറ്റ് ചെയ്യാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. ഫ്രീ യൂസർ, ആക്റ്റീവ് യൂസർ, ഫാമിലി യൂസർ. തീർച്ചയായിട്ടും ഒന്നും കൂടി പറയാം. ഫ്രീ യൂസറായിട്ട് നമുക്ക് കടന്നു വരാം, ആക്റ്റീവ് യൂസറായിട്ട് കടന്നു വരാം, ഫാമിലി യൂസറായിട്ട് കടന്നു വരാം. എന്താണ് ഫ്രീ യൂസർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്? തീർച്ചയായിട്ടും നമ്മൾ ഏതൊരാളും ആദ്യം വേണ്ടത് എന്താണ്? രജിസ്ട്രേഷൻ ചെയ്ത് ഇതിലേക്ക് കടന്നു വരിക. ഫ്രീ രജിസ്ട്രേഷൻ. ഓക്കെ, അത് കഴിഞ്ഞ് പ്ലേ സ്റ്റോറിൽ നിന്നും സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം മൊബൈൽ റീചാർജ് അല്ലെങ്കിൽ DTH റീചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. എന്താണ് ഫ്രീ യൂസർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്? ഫ്രീ യൂസർ, നോ കോസ്റ്റ്. ഒരു പൈസ പോലും നമ്മൾ കൊടുക്കേണ്ടതില്ല. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഏതൊരാളും ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ 50 രൂപ നമുക്ക് ക്യാഷ് ബോണസ് ആയിട്ട് ലഭിക്കുകയാണ്. അതുകൂടാതെ ഏതെങ്കിലും ഒരു എമൗണ്ടിന്റെ റീചാർജ് ചെയ്യുമ്പോൾ 49 രൂപ ഫസ്റ്റ് റീചാർജ് ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ 99 രൂപ നമ്മളിലേക്ക് ലഭിക്കുന്നു. തീർച്ചയായിട്ടും നെക്സ്റ്റ്, ഫ്രീ പർച്ചേസ് പോയിന്റ്. ഒരു 500 പർച്ചേസ് പോയിന്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് നമുക്കുള്ള നേട്ടം എന്നുള്ളത്, അല്ലെങ്കിൽ ആ 500 പർച്ചേസ് പോയിന്റ് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ലാസ്റ്റ് ടൈം ഞാൻ പറയുന്നുണ്ട്. അതുകൂടാതെ ക്യാഷ് ബാക്ക്. നമുക്ക് എത്ര റീചാർജ് വേണമെങ്കിലും സേവ് ആപ്പിലൂടെ ചെയ്തു കൊടുക്കാം. അങ്ങനെ ഓരോ റീചാർജിനും കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 20% ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കുകയാണ്.
എത്ര റീചാർജ് വേണമെങ്കിലും ചെയ്യാട്ടോ. അതുകൂടാതെ നമുക്ക് കിട്ടിയ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും റെഫർ ചെയ്യാം. നമ്മൾക്ക് ഡയറക്റ്റ് ഒരാൾക്കോ 2 പേർക്കോ 10 പേർക്കോ എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഒന്നാമത്തെ ലെവലാണ്, ഫസ്റ്റ് ലെവൽ. നമ്മൾ ഒരാൾക്കായാലും 2 പേർക്കായാലും 10 പേർക്കായാലും ഇവരെല്ലാം കൊടുക്കുന്നതിൽ നിന്ന് ആരംഭിക്കുന്ന 20 ലെവൽ 20 ലെവൽ നമുക്ക് ലെവലിംഗമായിട്ട് കിട്ടുകയാണ് ഒരു ഫ്രീ യൂസർക്ക്. കൃത്യമായി മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ മിനിമം ഒരു 2 പേർക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ റെഫർ ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കുന്നു, അതിലൂടെ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യിപ്പിക്കുന്നു, അവരുടെ റെഫർ ലിങ്ക് എടുത്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നു. അങ്ങനെ 2 പേർക്ക് കൊടുത്ത് ആ 2 പേര് ഈ 2 പേർക്ക് കൊടുക്കുമ്പോൾ 4 പേരാകുന്നു. അങ്ങനെ ആ 4 പേര് ഈ 2 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ 8 പേരാകുന്നു. അങ്ങനെ 2 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും ഈ 2 പേർക്ക് കൊടുക്കുന്നു. അവരെല്ലാവരും ഓരോ റീചാർജ് സേവ് ആപ്പിലൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 20 ലെവലിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് 1,46,800 രൂപ മിനിമം എല്ലാ 28 ദിവസം കൂടുമ്പോഴും റീചാർജ് ഉള്ള കാലത്തോളം നമ്മളിലേക്ക് കിട്ടുന്നു. കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 1% ഒന്നാമത്തെ ലെവലും മുതൽ 20 ലെവൽ വരെയും കിട്ടുന്നത്. ടോട്ടൽ 20% ഫ്രീ യൂസർക്കുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻകം കിട്ടാൻ വേണ്ടി നമ്മൾ ഒരാളും ഒരു പൈസ പോലും എന്ത് വേണ്ട, ആക്ടിവേഷൻ കോസ്റ്റ് കൊടുക്കേണ്ടതില്ല. മിനിമം 250 രൂപ ആയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. അതേപോലെ ഇതിങ്ങനെ 2, 4 എന്ന് കാണുമ്പോൾ റൈറ്റ് ലെഫ്റ്റ് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്കൊരു സിംഗിൾ ലൈൻ പോയാലും ഈ റീചാർജിന്റെ ലെവൽ ഇൻകം കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരു പൈസ കൊടുക്കുന്നില്ല, നമ്മൾ ഒരാളെ കൊണ്ട് കൊടുപ്പിക്കുന്നില്ല. അതോ ഫ്രീ കോസ്റ്റ് ആയിട്ടാൽ പോലും നമുക്ക് ഇങ്ങനെ ഇൻകം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. എന്താണ്, ഇവിടെ 2 പേരിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്റ്റില് 100, 1000, 10,000 ലക്ഷക്കണക്കിന് കോണ്ടാക്ട് ഉണ്ട് അല്ലെ. അപ്പൊ ഇവർക്കെല്ലാം ഒരു മിനിമം ഒരു 10 പേർക്ക് നമ്മൾ കൊടുത്ത് ഫ്രീ ആയിട്ട് കൊടുത്ത് ആ 10 പേര് ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഈ 1,46,800 പകരം എത്ര വലിയ ഇൻകം അല്ലെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പൊ തീർച്ചയായിട്ടും കമ്പനി എങ്ങനെയാണ് ഇത് തരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ ഓൾറെഡി എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന റീചാർജ് നമുക്കറിയാം, ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ പേടിഎം പോലത്തെ ആപ്ലിക്കേഷനിലൂടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മൊബൈൽ റീചാർജ് ചെയ്യുന്നത്. അതുകൂടാതെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് സർവീസ് തരുന്നതും ആളുകൾ ഉപയോഗിക്കുന്നതും ഗൂഗിൾ പേ ആണ്. ഇന്ന് നമുക്കറിയാം, ഗൂഗിൾ പേയിലൂടെ ഒരു റീചാർജ് ചെയ്യുമ്പോൾ 1 രൂപ 90 പൈസ നമ്മളിൽ നിന്ന് അധികമായിട്ട് വാങ്ങിക്കുന്നുണ്ട്. 1 രൂപ 90 പൈസ നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടില് ഒരു 5 മൊബൈൽ റീചാർജ് ഉണ്ടെങ്കിൽ 5 × 1,90 മിനിമം 10 രൂപ നമ്മൾ അങ്ങനെ ഓരോ 28 ദിവസം കൊടുക്കുന്നുണ്ട്. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. കോടിക്കണക്കിന് റീചാർജുകൾ ഇൻറ്റു 1,90 ഗൂഗിൾ പേ അധികമായിട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഫോൺ പേ മിനിമം ഒരു റീചാർജിന് 2 രൂപ വെച്ച് വാങ്ങിക്കുന്നുണ്ട്. അതുകൂടാതെ പേടിഎം 1 രൂപ മുതൽ 6 രൂപ വരെ നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമാണോ ഈ പറയുന്ന ഗൂഗിൾ പേക്കും ഫോൺ പേക്കും കിട്ടുന്നത്? ഒരിക്കലുമല്ല. റീചാർജ് ആരുടെ പ്രോഗ്രാമാണ്? BSNL, ജിയോ, എയർടെൽ, VI അത്തരം കമ്പനികളുടെ പ്രോഗ്രാമാണ്. അപ്പൊ ആരെല്ലാം സർവീസ് കൊടുക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും എന്തുണ്ട്? നല്ലൊരു ശതമാനം ബെനിഫിറ്റ് റീചാർജിലൂടെ കിട്ടുന്നുണ്ട്. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഗൂഗിൾ പേയിലൂടെ മിനിമം ഒരു റീചാർജ് ചെയ്യുമ്പോൾ ഒരു 5 രൂപ ഗൂഗിൾ പേക്ക് ഈ പറയുന്ന BSNL അല്ലെങ്കിൽ ജിയോ, എയർടെൽ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. 5 × നമ്മുടെ വീട്ടിൽ ഒരു 5 റീചാർജ് ഉണ്ടെങ്കിൽ 25 രൂപ 28 ദിവസം കൂടുമ്പോൾ അങ്ങനെയും ഗൂഗിൾ പേക്കും ഫോൺ പേക്കും പേടിഎമ്മിനും കിട്ടുമ്പോൾ കോടിക്കണക്കിന് റീചാർജുകൾ × 5 നമ്മുടെ വീടുകളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 25 വർഷം കഴിഞ്ഞു,
26ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി സ്വന്തമായി നിർമ്മിച്ച ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ ഒരു പൈസ പോലും നമ്മൾ അധികമായിട്ട് കൊടുക്കേണ്ട. നമ്മൾ എത്ര രൂപയുടെ റീചാർജ് ആണോ ചെയ്യുന്നത് അത് മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് റീചാർജ് ചെയ്യാം. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു 5 റീചാർജ് ഉണ്ടെങ്കിൽ ഗൂഗിൾ പേക്ക് 10 രൂപ, 1 രൂപ 90 പൈസ വെച്ച് 10 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ സ്പോട്ടിൽ ലാഭമായി. അതുകൂടാതെ ഗൂഗിൾ പേക്കും ഫോൺ പേക്കും പേടിഎമ്മിനും മറ്റു പല കമ്പനികൾ ആപ്ലിക്കേഷനിലൂടെ റീചാർജ് ചെയ്യുമ്പോൾ അവർക്ക് വരുമാനം കിട്ടുന്നത് പോലെ നമ്മുടെ സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനിക്ക്, ഇന്റഗ്ര എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന ഈ ഒരു IT കമ്പനിക്കും BSNL, ജിയോ, എയർടെൽ, VI എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നല്ലൊരു ശതമാനം ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളും നമ്മുടെ ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റീചാർജുകൾ ഏതെല്ലാം ആപ്ലിക്കേഷനിലൂടെയാണോ അതിൽ നിന്ന് മാറ്റിയിട്ട് ഇനി മുതൽ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ കമ്പനിക്ക് വരുമാനം കിട്ടുന്നു. ആ വരുമാനത്തിന്റെ 90% ആരൊക്കെയാണോ സേവ് ആപ്പ് ഉപയോഗിക്കുന്നത്, ആരൊക്കെയാണോ അത് മാർക്കറ്റ് ചെയ്യുന്നത്, അവരിലേക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു. എൻജോയ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരാളും ഒരു പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും വേണ്ട, ചെയ്യിപ്പിക്കും വേണ്ട. നമ്മൾ റീചാർജ് ചെയ്താൽ കമ്പനിക്ക് കിട്ടുന്നു, കമ്പനി നമ്മളിലേക്ക് തരുന്നു. ഇതാണ് ഒരു ഫ്രീ യൂസർക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ മൊബൈൽ റീചാർജിലൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നെക്സ്റ്റ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും വരുമാനം ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു കമ്പനി ആണെങ്കിൽ ബിസിനസ് ചെയ്യണം, നല്ല രീതിയിൽ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾക്ക് നല്ലതാണെങ്കിൽ മറ്റുള്ള ആളുകളോട് ഇത് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കമ്പനി പറയുന്നത് പോലെ എല്ലാ ബെനിഫിറ്റും എല്ലാ ഇൻകവും നമ്മൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 26ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനിയുടെ ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ ഒരു ആക്റ്റീവ് യൂസറായിട്ട് കടന്നു വരികയാണെങ്കിൽ എന്താണ് ആക്റ്റീവ് യൂസർ ആവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? ആക്റ്റീവ് യൂസർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏതെല്ലാം തരത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ഞാൻ പറയാം. ഒരു വൺ ടൈം പർച്ചേസ് ആണ്. ഒരു വൺ ടൈം പർച്ചേസ്, ലൈഫ് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റി, അൺലിമിറ്റഡ് വരുമാനം എന്താണെന്ന് കൃത്യമായി നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഞാൻ പറയുന്നതായിരിക്കും. എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, കമ്പനി 2 ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നു. ഒരെണ്ണം പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ, രണ്ടാമത് വണ്ടർമാക്സ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ ആണ്. രണ്ടും പ്ലേ സ്റ്റോറിലുണ്ട്. നമുക്ക് ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ UPI ഒക്കെ ഉപയോഗിച്ച് വാങ്ങിക്കാവുന്നതാണ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചാൽ നമ്മൾ ആക്റ്റീവ് യൂസർ ആകുന്നു. പേഴ്സണൽ മാനേജ്മെന്റിന് വരുന്ന എമൗണ്ട് എത്രയാണ്? 3999 രൂപ പ്ലസ് 18% GST അടക്കം 4719 രൂപ. വണ്ടർമാക്സിനാണെങ്കിലോ 5000 പ്ലസ് GST 5900. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചാൽ നമ്മൾ ആക്റ്റീവ് യൂസർ ആകുന്നു. ഏതാണ് വാങ്ങിക്കുന്നത് അതിൽ നമുക്ക് ലൈഫ് ടൈം ഉപയോഗിക്കാം. രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 2 പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഒരു മിനി വെബ്സൈറ്റ് കമ്പനി നമുക്ക് തരുന്നതായിരിക്കും. എന്താണ് ആ മിനി വെബ്സൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നാം എല്ലാവരും എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു മിനി വെബ്സൈറ്റ് കമ്പനി നമ്മളിലേക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. തീർച്ചയായും നമ്മളൊരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ കമ്പനി തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ അല്ലെങ്കിൽ ആക്റ്റീവ് യൂസർ ആയിട്ട് വരുന്ന ഓരോരുത്തർക്കും കമ്പനി തരുന്നുണ്ട് ഒരു മിനി വെബ്സൈറ്റ്. നമ്മൾ ചെയ്യുന്ന കമ്പനിയുടെ ലോഗോ, ആ കമ്പനിയുടെ ടോട്ടൽ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, ആ കമ്പനിയുടെ വീഡിയോസുകൾ,
ആ കമ്പനി ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണോ അത്തരം പ്രൊഡക്റ്റുകൾ, അതിന്റെ പ്രൈസുകൾ, അതിന്റെ ഇൻഫർമേഷൻ, അതുകൂടാതെ നമ്മുടെ കറന്റ് ലൊക്കേഷൻ, അതുകൂടാതെ നമ്മുടെ പേയ്മെന്റ് ഇൻഫർമേഷൻ, ഗൂഗിൾ പേ നമ്പർ, ഫോൺ പേ നമ്പർ, QR കോഡ്, നമ്മുടെ സോഷ്യൽ മീഡിയ ലിങ്കുകൾ, ഇതെല്ലാം കൊടുത്തുകൊണ്ട് ഡെയിലി ബേസിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ തന്നെ ആയിരിക്കും അതിന്റെ അഡ്മിൻ. അത്തരത്തിലുള്ള ഒരു മിനി വെബ്സൈറ്റ്, ഒരു ഡിജിറ്റൽ വെബ് കാർഡായിട്ട് നമുക്ക് കമ്പനി ഗിഫ്റ്റ് ആയിട്ട് തരുന്നു. അതുകൂടാതെ ഒരു 4500 പർച്ചേസ് പോയിന്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. കൃത്യമായിട്ട് കേൾക്കേട്ടോ, മനസ്സിലാക്കുക. ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, 4 ടൈപ്പ് ഓഫ് വർക്കിംഗ് ഇൻകം, ഡബിൾ യുവർ റീചാർജ് ലെവൽ ഇൻകം. നമ്മൾ ഒരു ആക്റ്റീവ് യൂസർ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ വരുന്ന ആളുകൾ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ 2% നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അതൊക്കെ കൃത്യമായിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും എന്താണ് ആക്റ്റീവ് യൂസർക്ക് കിട്ടുന്ന വർക്കിംഗ് ഇൻകം? പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ, നമ്മൾ ഡയറക്റ്റ് സെയിൽസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ, റഫറൽ ഇൻകം. അതുകൂടാതെ രണ്ടാമത് ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ്, ലെവൽ ഇൻകം. ഇപ്പം ഡൗൺലൈനിൽ നടക്കുന്ന ആക്ടിവേഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ലെവൽ ഇൻകം. ടീം ബിൽഡിംഗ് കമ്മീഷൻ, നമ്മുടെ ബൈനറി ഇൻകം. ടീം വോളിയം ഇൻസെന്റീവ്, നമ്മുടെ റാങ്ക് ആൻഡ് ഇൻസെന്റീവുകൾ. എന്തൊക്കെയാണെന്ന് നോക്കാം. തീർച്ചയായിട്ടും കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കുക. ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാമിനേക്കാൾ കൂടുതൽ ഇതിന്റെ പ്ലാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അൺലിമിറ്റഡ് വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന, നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു സിസ്റ്റത്തിലുള്ളത്. കൃത്യമായിട്ട് ഞാൻ പറയാം. 26ാമത്തെ വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു IT കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ഒരു ആക്റ്റീവ് യൂസർ ആയിട്ട് കടന്നു വന്നിട്ട് അതേപോലെ നമ്മൾ എത്ര പേർക്ക് വേണമെങ്കിലും ഡയറക്റ്റ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ ഓരോ ഡയറക്റ്റിനും 800 രൂപ വെച്ച് നമുക്ക് റഫറൽ കമ്മീഷൻ കിട്ടുന്നു. 800 rupees ഓരോ ഡയറക്റ്റിനും. നമുക്ക് എത്ര പേരൊക്കെ വേണമെങ്കിലും ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. നമ്മൾ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ 800 രൂപ വെച്ച് കിട്ടുന്നു. ഏതെല്ലാം തരത്തിൽ നമുക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാം? ഒരു IT കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടി ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. നമുക്ക് പേഴ്സണൽ മാനേജ്മെന്റ് പറയാം, വണ്ടർ മാക്സ് പറയാം. അതേപോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ വെബ് കാർഡ്, മിനി വെബ്സൈറ്റ്, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ പവർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. ഇതിലേക്ക് നമ്മൾ ഓരോ വ്യക്തികളെയും ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, ഓരോ ആളുകളും ഇതിലേക്ക് കടന്നു വരുമ്പോൾ 800 രൂപ നമുക്ക് റഫറൽ കമ്മീഷൻ കിട്ടുന്നു. ഓക്കെ, എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം. എപ്പോ കിട്ടും? ഇന്ന് റഫർ ചെയ്താൽ നാളെ ബാങ്ക് ടൈം നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന കാശാണ് കേട്ടോ. വെയിറ്റ് ചെയ്യുന്നു വേണ്ട, ഓട്ടോമാറ്റിക് പേ ഔട്ട് ആണ്. ഓക്കെ, രണ്ടാമത്തെ ഇൻകം നോക്കാം. ലെവൽ ഇൻകം. നമ്മുടെ രണ്ടാമത്തെ ഇൻകം ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ്. ലെവൽ ഇൻകം 13 ലെവൽ ഇൻകം ആണ്. ഒരു സിംഗിൾ ലൈൻ പോയാൽ പോലും കിട്ടുന്ന ഇൻകം ആണ് കേട്ടോ. അത് ഒരു വൺ സൈഡ് പോയാൽ പോലും കിട്ടുന്ന ഇൻകം ആണ് ഇത്. ഒന്നാമത്തെ ലെവൽ ഇൻകം എത്രയാണ്? 50 രൂപ. രണ്ടാമത്തെ ലെവൽ 10 രൂപ. മൂന്നാമത്തെ ലെവൽ 20 രൂപ. നാലാമത്തെ ലെവൽ 30 രൂപ. വീണ്ടും 10, 20, 30, വീണ്ടും 10, 20, 30, വീണ്ടും 10, 20, 30. 13ാമത്തെ ലെവൽ വരുന്നത് 30 രൂപയാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഈ ലെവൽ ഇൻകത്തിന്റെ ഒരു സാധ്യത എന്താണെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഒരു ആക്റ്റീവ് യൂസർ ആയിട്ട് കടന്നു വന്നിട്ട് നമ്മൾ ഒരേ ഒരാൾക്ക് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ 800 രൂപ റെഫറൽ ഇൻകം പ്ലസ് ഫസ്റ്റ് ലെവൽ ഇൻകം 50 രൂപ. ഒരേ ഒരാളിൽ നിന്ന് 850 രൂപ കിട്ടുകയാണ്. അദ്ദേഹം ഈ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കുന്നു, അങ്ങോട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ കിട്ടുന്ന ഒരു ലെവൽ ഇൻകം എന്ന് പറയുന്നത് വളരെയധികം സാധ്യതയുള്ള ഒരു ഇൻകം തന്നെയാണ്. ഒരു സിംഗിൾ ലൈൻ പോയാൽ പോലും. ഞാനൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം പറയാം. നമ്മൾ ഒരു 4 പേർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ, വെറും 4 പേർക്ക്, ആ 4 പേര് ഒരു 4 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ 16 പേരാകുന്നു. ഈ 16 പേര് ഒരു 4 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ 64 പേരാകുന്നു. അങ്ങനെ
നമ്മൾ ഒരു 4 പേർക്ക് കൊടുത്ത് ആ 4 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും ഒരു 4 പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ 13 ലെവലിംഗ് എത്ര കിട്ടുന്നറിയോ? 242 കോടി രൂപയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ലെവൽ പ്ലാൻ ആണ്. നമ്മൾ 4 പേർക്ക് കൊടുക്കുന്നു, ആ 4 പേര് 4 പേർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ്. ടൈം ഒന്നും പറയുന്നില്ല. ഇതുപോലെ 4 വന്നിട്ട് 16 വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതേപോലെ 13 ലെവല് കാത്തിരിക്കുന്നു വേണ്ട ഇൻകം കിട്ടാന്, അല്ലേ? ഞാൻ ഒരു മെത്തേഡും കൂടി പറയാം. നമ്മൾ 4 പേർക്ക് കൊടുക്കാൻ എത്ര ടൈം വേണം? 4 പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടി എത്ര ടൈം വേണം? വേണ്ട. നമ്മൾ ഒരു 4 പേർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപയുടെ വോളിയാണ് വരുന്നത്? 4 ഇൻറ്റു 4719, 3999 ആണ് പ്രൊഡക്റ്റിന്റെ പ്രൈസ്. പ്ലസ് 18% GST അടക്കം 4719. ഞാൻ ഒരു ആക്റ്റീവ് യൂസർ ആണ്. ഞാൻ 4 പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. 4 പേരെ കൂടെ നിർത്തുകയാണ്. 4 പേരെ പഠിപ്പിക്കുകയാണ്. 4 പേർക്ക് വേണ്ട ഫുൾ സപ്പോർട്ട് ഞാൻ കൊടുക്കുകയാണ്. എത്ര രൂപയുടെ ബിസിനസ് ആണ് കമ്പനിയിൽ വന്നത്? 4719 ഇൻറ്റു 4, 18,800 സംതിങ്, ഏകദേശം 19,000 രൂപയുടെ ഉള്ളിലുള്ള ഒരു ബിസിനസ് ഞാൻ കൊണ്ടുവന്നു. എനിക്ക് സ്പോട്ടിൽ 4,200 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാകും. വാലറ്റിലല്ല കേട്ടോ, എന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാകും 4,200 രൂപ. 4 ഇൻറ്റു 800 റഫൽ ഇൻകം എത്രയാ? 3,200. 4 ഇൻറ്റു 50 ലെവൽ ഇൻകം 200 രൂപ. പ്ലസ് ഒരു കമ്മീഷൻ, ഒരു ടീം ബിൽഡിംഗ് കമ്മീഷൻ ആയിട്ട് ഒരു 800 റുപ്പീസ് കൂടി കിട്ടുമ്പോൾ ടോട്ടൽ 4,200 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നു. വെറും ഒരു 19,000 രൂപയുടെ ഉള്ളിലുള്ള ബിസിനസ് വെച്ചാൽ ആ 4 പേർക്ക് ഇതേ അവസരം കിട്ടുന്നുണ്ട്. കൃത്യമായി ശ്രദ്ധിക്കാട്ടോ. ഞാൻ 4 പേർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്ത് ആ 4 പേര് ഒരു വൺ ടൈം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 4 പേർക്കും ജീവിതത്തിൽ ഒരു അടുക്കും ചുട്ടയും കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കിട്ടി, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടി, ഒരു മിനി വെബ്സൈറ്റ് കിട്ടിയിട്ടുണ്ട്, റീചാർജിന്റെ ലെവൽ ഇൻകം 2%, 20 ലെവൽ എൻജോയ് ചെയ്യാനുള്ള അവസരം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവർക്കും ഇതേപോലെ ഒരു 4 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റഫർ ലിങ്കും നമ്മുടെ ലെവലിംഗും നമ്മുടെ മാച്ചിങ് ഒക്കെ വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നെക്സ്റ്റ് ഓരോ ഇൻകവും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടീം ബിൽഡിംഗ് കമ്മീഷൻ, നമ്മുടെ ബൈനറി ഇൻകം. ഒന്നാമത് ഞാൻ പറഞ്ഞത് റഫർ ഇൻകം, രണ്ടാമത് ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ് ലെവൽ ഇൻകം. അത് സിംഗിൾ ലൈൻ പോയാൽ പോലും, വൺ സൈഡ് പോയാൽ പോലും നമുക്ക് കിട്ടുന്നതാണെങ്കിൽ. മൂന്നാമത് നമ്മുടെ 2 ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ, റൈറ്റും ലെഫ്റ്റും ബിൽഡ് ചെയ്യുമ്പോൾ ഓരോ മാച്ചിങ്ങിനും, ഓരോ പെർ മാച്ചിങ്ങിനും നമുക്ക് 400 രൂപയാണ് കിട്ടുന്നത്. 400 രൂപ. അത് 600 രൂപയിലേക്ക് എത്തുന്നുണ്ട്, അത് ഞാൻ പറയാം. മിനിമം ഇതിന് മാത്രം ഒരു സീലിംഗ് വെച്ചിട്ടുണ്ട്. 10,000 രൂപയാണ് മിനിമം. അതൊരു 15,000 രൂപയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്. കമ്പനി 4ാമത്തെ ഇൻകം അവതരിപ്പിക്കുകയാണ്. ടീം വോളിയം ഇൻസെന്റീവ്. ടീം വോളിയം ഇൻസെന്റീവ് ശരിക്കും പറഞ്ഞാൽ ഇൻസെന്റീവ് ലോട്ട് ബൈനറി എന്നും പറയാം. നമ്മുടെ ഇൻസെന്റീവ് ഉണ്ട് അല്ലെ, നമ്മുടെ ബൈനറി ഉണ്ടല്ലോ, അതിന്റെ സെയിം വോളിയം വെച്ചിട്ടാണ് നമുക്ക് റാങ്കിലേക്ക് എത്താൻ പറ്റുന്നത്. 4 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 400 1600 രൂപ നമുക്ക് ബൈനറി കിട്ടുന്നുണ്ട്. അതുകൂടാതെ 4 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ കമ്പനിയിലെ 1ാമത്തെ റാങ്ക് അച്ചീവർ ആകുന്നു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഒരു 500 രൂപ ആ ടൈമിൽ നമുക്ക് ഇൻസെന്റീവ് ആയിട്ട് ലഭിക്കുകയാണ്. 4ൽ നിന്ന് 12ലേക്ക് എത്തുമ്പോൾ 2ാമത്തെ റാങ്ക് സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. അപ്പോൾ 500 കൂടാതെ ഒരു 1000 രൂപ കൂടി 2ാമത്തെ റാങ്കിൽ നിന്ന് ഒരു ഇൻസെന്റീവ് ലഭിക്കുകയാണ്. 3ാമത്തെ റാങ്കിന്റെ പേരെന്താണ്? മാർക്കറ്റിംഗ് ഓഫീസർ. 30 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ 30 ഇൻറ്റു 400 കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഒരു 2000 രൂപ കൂടി നമുക്ക് ഇൻസെന്റീവ്. വീണ്ടും 4ാമത്തെ റാങ്ക് 4000, 5ാമത്തെ റാങ്ക് 10,000, 6ാമത്തെ റാങ്ക് 20,000, 7ാമത്തെ റാങ്ക് 40,000, 8ാമത്തെ റാങ്ക് 1,50,000,
അങ്ങനെ 9ാമത്തെ റാങ്ക് 5 ലക്ഷം, അങ്ങനെ ഓരോ ലാക്കായിട്ട് അങ്ങനെ ടോട്ടൽ 14 റാങ്കിൽ നിന്ന് 10 കോടി രൂപ ഇൻസെന്റീവിലേക്ക് എത്താൻ പറ്റുന്നു നമ്മുടെ 4ാമത്തെ ഇൻകം. ഇതിനൊരു ടൈം ഒന്നുമില്ല കേട്ടോ, ഒരു ടൈം ഒന്നും പറയുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ ഇതിങ്ങനെ എൻജോയ് ചെയ്യാം. നമ്മൾ എന്നാണോ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഓട്ടോമാറ്റിക് സംഭവിച്ചോളും. ഇവിടെ ഒന്നും മനസ്സിലാക്കുക കേട്ടോ, ഒരു IT കമ്പനിയുടെ ഭാഗമായി ഒരു ആക്റ്റീവ് യൂസർ ഒരു വൺ ടൈം പർച്ചേസ് ചെയ്ത് ഒരു ലൈഫ് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ശരിക്കും എൻജോയ് ചെയ്യാം. പ്ലാൻ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിലേക്ക് എത്തുന്ന ഇൻകമാണ്. ഞാൻ പറഞ്ഞു, ഒരു ആക്റ്റീവ് യൂസർ ആയിട്ടുണ്ടെങ്കിൽ 2% 20 ലെവൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ഈ ഒരു IT കമ്പനിയുടെ ഒരു ആക്റ്റീവ് യൂസർ ആയിട്ട് കടന്നു വന്നിട്ട്, നിങ്ങൾ ഒരു വൺ ടൈം പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ റഫറൽ ലിങ്ക് ഫ്രീ ആയിട്ടാണെങ്കിൽ പോലും എത്ര പേർക്ക് വേണമെങ്കിലും കൊടുത്താൽ അതിൽ നിന്ന് ആരംഭിക്കുന്ന 20 ലെവലിൽ എത്രത്തോളം ആളുകൾ വരുന്നു, അവരെല്ലാം മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 2% 20 ലെവൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് കമ്പനി നമ്മളിലേക്ക് തരുന്നത്. കൃത്യമായി ശ്രദ്ധിക്കാട്ടോ. 2 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും ഈ 2 പേർക്ക് കൊടുത്തിട്ട് അവരെല്ലാവരും ഓരോ റീചാർജ് ചെയ്തിട്ട്, അല്ലേ, ആരോടെങ്കിലും കാശ് മേടിക്കണോ? വേണ്ട. നമ്മൾ സാധാരണ ചെയ്യുന്ന റീചാർജ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ചെയ്യിപ്പിക്കുക, അല്ലേ. നമ്മൾ ഒരു ജോലിക്ക് പോയാൽ നമ്മുടെ മുന്നിൽ 4 പേര് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഫോൺ ഉണ്ട്, ലിങ്ക് കൊടുക്കുക, രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കുക, ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക. ഗൂഗിൾ പേക്കോ ഫോൺ പേക്കോ പേടിഎമ്മിനോ കൊടുക്കുന്ന എക്സ്ട്രാ ചാർജ് കൊടുക്കണ്ട, റീചാർജ് ചെയ്യിപ്പിക്കൂ. അവരുടെ ഫാമിലി ഫ്രണ്ട്സ് അത് ഓട്ടോമാറ്റിക് അങ്ങോട്ട് പോയിക്കോളൂ. 2 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും ഓരോ റീചാർജ് ചെയ്താൽ 2,93,601 രൂപ ഒരു 20 ലെവൽ ടീമിൽ നിന്ന് കിട്ടുമ്പോൾ വൺ ടൈം ആണോ? ഒരിക്കലും അല്ല. എല്ലാ 28 ദിവസം കൂടുമ്പോഴും ആളുകൾ റീചാർജ് ചെയ്യുന്നു. നമ്മൾ പറയണോ? ഒരിക്കലും വേണ്ട, അവർ ചെയ്തോളും, അല്ലെ. ഇതാണ് ശരിക്കും ഒരു പാസീവ് ഇൻകം. സിമ്പിൾ ആയിട്ട് ഒന്നും കൂടി പറയാം, നമ്മൾ ആരംഭിക്കുന്ന ബിസിനസ്സിൽ നിന്ന് 20 ലെവലിൽ എത്രത്തോളം ആളുകൾ വരുന്നു, എത്രത്തോളം കമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കുന്നു, അവരെല്ലാം റീചാർജ് ചെയ്യുമ്പോൾ വന്നുകൊണ്ടേയിരിക്കും. റീചാർജ് ഉള്ള കാലത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. കൃത്യമായി മനസ്സിലാക്കിയും നമ്മൾ പ്രവർത്തിക്കുക. ഓക്കെ, 3ാമത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് കടന്നു വരുന്നത് ഈ ഒരു ഫാമിലി യൂസറിലേക്കാണ്. എന്തുകൊണ്ടാണ്? കൃത്യമായി മനസ്സിലാക്കിയിട്ട്. എന്താണ് ഫാമിലി യൂസർ? ഫാമിലി യൂസർ ആവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഫാമിലി യൂസർ ആയി കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിലാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? കൃത്യമായിട്ട് ഞാൻ പറയാം. ഒരു വൺ ടൈം പർച്ചേസ് തന്നെയാണ് ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി, അൺലിമിറ്റഡ് വരുമാനം. എന്താ അങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഇതിലേക്ക് വന്ന് അതിലേക്ക് ഇങ്ങനെ പ്രവർത്തിച്ച് അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ഇതിന്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് എന്നുള്ളത്. 3 ആപ്ലിക്കേഷൻ നമ്മുടെ പേരിൽ തന്നെ വാങ്ങിക്കുക. 3 പേഴ്സണൽ മാനേജ്മെന്റ് വാങ്ങിക്കാം, അല്ലെങ്കിൽ 2 പേഴ്സണൽ മാനേജ്മെന്റും 1 വണ്ടർ മാക്സ്, അങ്ങനെ 3 എണ്ണം ഒരുമിച്ച് നമ്മുടെ പേരിൽ തന്നെ വാങ്ങിക്കുമ്പോഴാണ് നമ്മൾ ഒരു ഫാമിലി യൂസർ ആവുന്നത്. 2 തരത്തിൽ ആളുകൾ കടന്നു വരുന്നുണ്ട് കേട്ടോ ഇപ്പോ ഇതിലേക്ക്. എങ്ങനെയൊക്കെയാണ്? നമ്മുടെ ഫാമിലിക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് മാത്രം ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടായാൽ മതിയോ? ഒരിക്കലും അല്ല. നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്ക് എല്ലാവർക്കും വേണം. എല്ലാവർക്കും ആവശ്യമുള്ള രൂപത്തിലാണ് നമ്മുടെ സേവ് ആപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. സേവ് ആപ്പ് വെറും ഒരു മൊബൈൽ റീചാർജും DTHും ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. അത് നമുക്കൊരു പാസീവ് ഇൻകം, എല്ലാവരും ഉപയോഗിക്കുമ്പോൾ ഒരു വരുമാനം കിട്ടാൻ വേണ്ടി നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും സേവ് ആപ്പിന്റെ ഇമ്പോർട്ടന്റ് ഒരു പേഴ്സണൽ മാനേജ്മെന്റ് തന്നെയാണ്. അപ്പോ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്യുന്നവരുണ്ട് 3 എണ്ണം. അതുകൂടാതെ ഇതിന്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ട്, ഇതിന്റെ ഇൻകം പ്ലാൻ മനസ്സിലാക്കിയിട്ട് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? 3 പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ട്. എന്തിനാണ്? നമുക്കറിയാം, ഒരു ആപ്ലിക്കേഷൻ വാങ്ങിക്കുമ്പോൾ ഒരു വർക്കിംഗ് ഐഡിയ കിട്ടുന്നുള്ളൂ. ഒരു വർക്കിംഗ് ഐഡിയ ആണ് കിട്ടുന്നുള്ളൂ.
അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്ലാൻ ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ മിനിമം 3 ആപ്ലിക്കേഷൻ വാങ്ങിക്കും. എന്തിന്? 3 വർക്കിംഗ് ഐഡിക്ക് വേണ്ടിയിട്ട്. 3 വർക്കിംഗ് ഐഡിയിലും ആൻ ചെയ്യാൻ വേണ്ടി, എൻജോയ് ചെയ്യാൻ വേണ്ടി, നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അവർ പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 വാങ്ങിച്ചു, കാശ് കൊടുത്ത്, അല്ലെ? ഓൺലൈൻ ത്രൂ നമ്മൾ വാങ്ങിക്കാം, കമ്പനിക്ക് പേയ്മെന്റ് അയച്ചെടുത്ത് വാങ്ങിക്കാം. അങ്ങനെ ഏത് തരത്തിലാണെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ 14,500 പർച്ചേസ് പോയിന്റ് ലഭിക്കുകയാണ്. 14,500 പർച്ചേസ് പോയിന്റ് നമുക്ക് ലഭിക്കുകയാണ്. അതുകൂടാതെ വർക്കിംഗ് ഐ ഡി 3 കിട്ടുന്നു. 3ലും എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞ റഫറൽ ലിങ്കും, ഞാൻ പറഞ്ഞ ജനറേഷൻ ലിങ്കും, ഞാൻ പറഞ്ഞ ടീം ബിൽഡിംഗ് കമ്മീഷൻ, ഞാൻ പറഞ്ഞ റാങ്ക് ആൻഡ് ഇൻസെന്റീവുകൾ, ഇനി പറയാൻ പോകുന്ന ക്ലബ് ബോണസുകൾ, ഇനി പറയാൻ പോകുന്ന ഓരോ ഇൻകവും, റീചാർജിന്റെ ലെവൽ ഇൻകം 3 ഐഡിയിലും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ റീചാർജിന്റെ ലെവൽ ഇൻകം ഒരു ഫാമിലി യൂസർ ആയതിന്റെ പേരിൽ 3% 20 ലെവൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടി കമ്പനി നമ്മളിലേക്ക് തരികയാണ്. 3% 20 ലെവൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം. തീർച്ചയായിട്ടും ഞാൻ കൃത്യമായിട്ട് പറയാം. നമ്മൾ ഒരു ഫാമിലി യൂസർ ഇപ്പൊ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഈ ഒരു IT കമ്പനിയുടെ ഒരു ഫാമിലി യൂസർ ആണെന്ന് കൂട്ടിക്കോളൂ. ഫാമിലി യൂസർ ആയിട്ടുള്ള ആളുകൾ ഒരുപാട് ഈ പ്രോഗ്രാമിലുണ്ട്. അതേപോലെ തന്നെ ആവാൻ പോകുന്ന ആളുകളുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വന്ന ആളുകളുണ്ട്. നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ഫാമിലി യൂസർ ആണെങ്കിൽ നമ്മൾ മിനിമം 2 പേർക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ റഫറൽ ലിങ്ക് കൊടുക്കുക. കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഫ്രീ ആയിട്ട് നമ്മുടെ റഫറൽ ലിങ്ക് 2 പേർക്ക് കൊടുക്കുക. 2 പേരെ കൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കുക. ആ 2 പേരെ കൊണ്ട് ഈ ഒരു സേവ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക. അത് കഴിഞ്ഞ് അവരെ കൊണ്ട് മിനിമം ഒരു റീചാർജ് സേവ് ആപ്പിലൂടെ നമ്മൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ആ 2 പേരും ഈ 2 പേർക്ക് കൊടുക്കുമ്പോൾ 4 പേര് അവരും ഇതേപോലെ ഓരോ റീചാർജ് സേവ് ആപ്പിലൂടെ ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 3% ഒന്നാമത്തെ ലെവലിലും, 2ാമത്തെ ലെവലിലും, 3ാമത്തെ ലെവലിലും, 4ാമത്തെ ലെവലിലും, അങ്ങനെ 20 ലെവലിൽ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ഒരാളെടുത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കാശ് വാങ്ങിക്കുന്നില്ല, ഫ്രീ ആയിട്ട്, അല്ലെ? ആർക്കെങ്കിലും എന്തെങ്കിലും തടസ്സമുണ്ടോ? അവരെല്ലാവരും ചെയ്യുന്ന കാര്യം ഈ ഒരു ആപ്പിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, അല്ലെ? കൃത്യമായിട്ട് കേട്ടോളൂ. നമ്മൾ ഫ്രീ ആയിട്ട് 2 പേർക്ക് കൊടുക്കുകയാണ്. ആ 2 പേര് ഈ 2 പേർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ആ 4 പേര് ഈ 2 പേർക്ക് കൊടുക്കുകയാണ്. ആ 8 പേര് ഈ 2 പേർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ 16 പേര് ഈ 2 പേർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ വരുന്ന ഓരോരുത്തരും ഈ 2 പേർക്ക് കൊടുക്കുന്നു. അവരെല്ലാവരും ഓരോ റീചാർജ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ചെയ്താൽ ഒരു ഫാമിലി യൂസർക്ക് 20 ലെവൽ ടീമിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം എല്ലാ മാസവും, എല്ലാ 28 ദിവസം കൂടുമ്പോഴും 4,40,401 രൂപ മിനിമം അവരിലേക്ക് കിട്ടുന്ന ഒരു റീചാർജിന്റെ ഇൻകം ആണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അല്ലെ? നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന കാശ് നമ്മളിലേക്ക് കിട്ടുകയാണ്, അല്ലേ? നമ്മളൊക്കെ എത്രത്തോളം അഹങ്കാരത്തോട് കൂടി പറയുന്നതാണെന്നറിയോ? എന്താണ്? ഫ്രീ ആപ്ലിക്കേഷൻ ഇഷ്ടംപോലെ ഉണ്ട്, ഫ്രീ ആപ്പ് പ്ലേ സ്റ്റോറിൽ, അല്ലെ? നോക്കൂ, ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഒരു IT കമ്പനി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു തരത്തിൽ വരുമാനം കാണാതെ കൊടുക്കുമോ? ക്വസ്റ്റ്യൻ. ഫ്രീ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് അത് നിർമ്മിക്കാൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അത് നിലനിർത്തി കൊണ്ടുപോകാൻ ചെലവുകളുണ്ട്, ഇല്ലേ? ഫ്രീ ആയിട്ട് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ പറയുമ്പോൾ ഫ്രീ ആണ്, എല്ലാവർക്കും നല്ല രീതിയിൽ വരുമാനമുണ്ട്, ഒരു സംശയമില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കാശ് ഇന്റഗ്ര എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി 35 വർഷം സോഫ്റ്റ്വെയർ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഈ കമ്പനിയുടെ MD മിസ്റ്റർ രാമചന്ദ്രൻ പാലിശ്ശേരി.
തീർച്ചയായിട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു സിസ്റ്റം നമ്മളിൽ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിക്കാനും പരിചയപ്പെടാനും ഈ വരുന്ന 8-ാം തീയതി ശനിയാഴ്ച നമ്മൾക്ക് അവസരമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഒരു നല്ലൊരു കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം, നല്ല രീതിയിൽ ഒരു വരുമാനം വേണം, നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. നമുക്ക് വേണ്ടപ്പെട്ടവരെ പങ്കെടുപ്പിക്കുക. തീർച്ചയായിട്ടും വ്യാഴാഴ്ച ഉച്ചക്കുള്ളിൽ ആരൊക്കെയാണോ രജിസ്ട്രേഷൻ ചെയ്യുന്നത്, പങ്കെടുക്കാൻ തീരുമാനമെടുക്കുന്നത്, അവർക്കെല്ലാം എൻട്രി ഉണ്ടായിരിക്കുന്നതാണ്. കൃത്യമായിട്ട് നിങ്ങളെ ആരാണോ പരിചയപ്പെടുത്തിയത് അവരുമായി കോണ്ടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മളൊരു ഫാമിലി യൂസറായിട്ട് കടന്നു വന്നു. സീനിയോറിറ്റി ലെവലിൽ നമുക്കൊരു നോൺ വർക്കിംഗ് ഇൻകം കൂടി കമ്പനി തരികയാണ്. നോൺ വർക്കിംഗ് ഇൻകം സീനിയോറിറ്റി ലെവലിലായിരിക്കും കേട്ടോ അത് കിട്ടുന്നുണ്ടാവുക. ആദ്യം വരുന്നവരിലേക്കാണ് അത് ആ നോൺ വർക്കിംഗ് ഇൻകം എത്തുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. ഒരിക്കലും ഒരു കമ്പനിക്കോ ഒരിക്കലും ഇത് പരിചയപ്പെടുത്തുന്നവർക്കോ അതിന്റെ ടൈം പറയാൻ പറ്റുന്നതല്ല. കൃത്യമായിട്ട് പറയാം, കൊടുക്കാൻ പറ്റുന്ന ഇൻകമാണ്. നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. നമ്മൾ ഒരു ഫാമിലി യൂസറായിട്ട് കടന്നു വരുന്നത് ബിസിനസ് ചെയ്യാൻ, വരുമാനം ഉണ്ടാക്കാൻ, അൺലിമിറ്റഡ് വരുമാനം എൻജോയ് ചെയ്യാൻ. തീർച്ചയായിട്ടും കമ്പനി എന്താ ചെയ്യുന്നത് എന്നറിയോ? ഫാമിലി പാക്കേജ് എടുത്ത് വരുന്ന ആളുകളൊക്കെ ഒരു സിംഗിൾ ലൈനിലേക്ക് പ്ലേസ്മെന്റ് ചെയ്യാണ്. കമ്പനിയിൽ ഏത് ഭാഗത്തുനിന്ന് ആരുടെ ടീമിൽ നിന്ന് വരുന്നതാണെങ്കിലും ഒരു സിംഗിൾ ലൈനിലേക്ക് പ്ലേസ്മെന്റ് ചെയ്യുന്നു. അപ്പൊ അതിൽ ആദ്യം വരുന്നവരാണ് ആ ക്യൂവിലേക്ക് എൻട്രി ആവുന്നുണ്ടാവുക. അപ്പൊ അത് സീനിയോറിറ്റിക്ക് എന്തുണ്ട്, വലിയ ഒരു കാര്യം തന്നെയാണ്. കൃത്യമായി മനസ്സിലാക്കുക. 3 ടൈമിലായിട്ടാണ് നമുക്കത് കിട്ടുന്നത്. ആദ്യം ഒരു 12,000 രൂപ കിട്ടുന്നതായിരിക്കും ഫസ്റ്റ് നോൺ വർക്കിംഗ് ഇൻകം. രണ്ടാമത് നമുക്ക് കിട്ടുന്നത് ഒരു 60,000 രൂപ ആയിരിക്കും. മൂന്നാമത് കിട്ടുന്നത് ഒരു 2,40,000. ടോട്ടൽ 3,12,000 രൂപ ഒരു നോൺ വർക്കിംഗ് ഇൻകം ആയിട്ട് നമ്മളിലേക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടി ഇതിലുണ്ട്. അത് കിട്ടുന്നത് എങ്ങനെയാണ്? സീനിയോറിറ്റി ലെവലിലാണ്. അതുകൊണ്ട് ഈ പ്രോഗ്രാം പങ്കെടുക്കുന്നവർ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഫാസ്റ്റ് ആയിട്ട് ടൈം കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു അവസരം എൻജോയ് ചെയ്യുക. തീർച്ചയായിട്ടും കമ്പനിക്ക് കൊടുക്കാനുള്ള സിസ്റ്റം ഒക്കെ കൃത്യമായിട്ട് അറിയാം. അതെല്ലാം അറിയണമെങ്കിലും പഠിക്കണമെങ്കിലൊക്കെ മോർണിംഗ് മീറ്റിംഗിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ, 6 മണിക്കുള്ള പ്രോഗ്രാം പങ്കെടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഇതെല്ലാം ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ ഒരു അവസരം ഏറ്റെടുക്കാം. നിങ്ങളുടെ എല്ലാവരെയും മോർണിംഗ് 6 മണിക്കുള്ള പ്രോഗ്രാമിലേക്കും ഇൻവൈറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നെക്സ്റ്റ് എന്താണ്? ക്ലബ് ബോണസ്. നമ്മൾ ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമായി നമ്മൾ നല്ല ടീം ബിൽഡ് ചെയ്യാണ്, നമ്മുടെ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ കമ്പനി നമുക്ക് ഓഫർ ചെയ്യാണ് ക്ലബ് ബോണസ്, CCM ബോണസ്, CCM ഇയർലി ബോണസ്, DCM ബോണസ്, റിന്യൂവൽ ഇൻസെന്റീവ്. എന്താണെന്ന് നോക്കാം. ക്ലബ് ബോണസ് എന്താണെന്ന് വെച്ചാൽ 5 ക്ലബുകളാണ് നമ്മുടെ ഈ കമ്പനിയിലുള്ളത്. പില്ലേഴ്സ് ക്ലബ്ബ്, ഡൂമേഴ്സ് ക്ലബ്ബ്, ലീഡേഴ്സ് ക്ലബ്, വിന്നേഴ്സ് ക്ലബ്, റോക്കേഴ്സ് ക്ലബ്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലബുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ കൃത്യമായിട്ട് പറയാം, ഞാൻ ഈ കമ്പനിയുടെ ഒരു ആക്റ്റീവ് യൂസർ അല്ലെങ്കിൽ ഒരു ഫാമിലി യൂസർ, രണ്ടിൽ ഏതുമാവട്ടെ, ഞാൻ ഡയറക്റ്റ് കൊണ്ടുവന്ന 2 പേര് കമ്പനിയിലെ 1ാമത്തെ റാങ്ക് അച്ചീവർ ആയിട്ടുണ്ടെങ്കിൽ, ഒന്നുകൂടി പറയാം, ഞാൻ ഈ കമ്പനിയിലെ ഒന്നുകിൽ ഒരു ആക്റ്റീവ് യൂസർ അല്ലെങ്കിൽ ഒരു ഫാമിലി യൂസർ, ഏതു ആയാലും ഞാൻ ഡയറക്റ്റ് കൊണ്ടുവന്ന 2 പേര്, ഒരാള് എന്റെ റൈറ്റിലും ഒരാൾ എന്റെ ലെഫ്റ്റിലും, ഈ 2 പേരും കമ്പനിയിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് 4 ബൈനറി മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അന്ന് മുതൽ 400 രൂപ കിട്ടിയിരുന്ന എനിക്ക് 440 ആയിരിക്കും എന്റെ ബൈനറി ഇൻകം. ഇതേപോലെ തന്നെ ഞാൻ കൊണ്ടുവന്ന 2 പേര്, ഏതെങ്കിലും 2 പേര്, ഒരാള് റൈറ്റിലും ഒരാള് ലെഫ്റ്റിലും, കമ്പനിയിലെ സെക്കൻഡ് റാങ്ക് അച്ചീവർ ആയിട്ടുണ്ടെങ്കിൽ, 12 ബൈനറി മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ടെങ്കിൽ,
അന്ന് മുതൽ 480 രൂപ ആയിരിക്കും എൻ്റെ ബൈനറി ഇൻകം. ഇതേപോലെ തന്നെ മൂന്നാമത്തെ റാങ്കിലേക്ക് എത്തിയാൽ 520, നാലാമത്തെ റാങ്കിലേക്ക് എത്തിച്ചാൽ 560, അഞ്ചാമത്തെ റാങ്കിലേക്ക് എത്തിച്ചാൽ 600 രൂപ. ഇതായിരിക്കും നമുക്ക് പറഞ്ഞു 400-ൽ നിന്ന് 600 രൂപയിലേക്ക് എത്തുന്നു നമ്മുടെ ബൈനറി ഇൻകം. 10,000 രൂപ സീലിംഗ് ഉള്ളത് 15,000 രൂപയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഈ ക്ലബിലേക്ക് എത്തുമ്പോഴാണ്. ഓക്കെ, നെക്സ്റ്റ് CCM ബോണസ്. CCM ആവാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു ഫാമിലി യൂസർ ആവണം. നമ്മുടെ പേരിൽ 3 ആപ്ലിക്കേഷൻ വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ ഫാമിലി യൂസർ. നമ്മുടെ ഡയറക്റ്റ് 10 പേര് ഫാമിലി യൂസർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലെ കോർ കമ്മിറ്റി മെമ്പർ ആകുന്നു. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ബെനിഫിറ്റ്? നമ്മൾ എൻജോയ് ചെയ്യുന്ന നമ്മുടെ റഫറൽ ഇൻകം, നമ്മുടെ ലെവൽ ഇൻകം, നമ്മുടെ മാച്ചിങ്, എത്ര രൂപയാണോ ഒരു മാസം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് അതിന്റെ 5% മന്ത്ലി ഇൻകം ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ കമ്പനിയിൽ ടോട്ടൽ നടക്കുന്ന മൊബൈൽ റീചാർജ്, അതിലൂടെ കമ്പനിക്ക് കിട്ടുന്ന വരുമാനം, ആ വരുമാനത്തിൽ നിന്ന് 10% മാറ്റി വെച്ചിട്ട് എത്ര പേരാണോ കോർ കമ്മിറ്റിയിലുള്ളത് അവർക്ക് തുല്യമായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഒരു CCM ആയാൽ കിട്ടുന്നത്. അതുകൂടാതെ കമ്പനിയുടെ നെക്സ്റ്റ് ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, കമിങ് സൂൺ, safeguard.in. അതിൽ നിന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഒരു കോർ കമ്മിറ്റി മെമ്പേഴ്സിന് ഒരുപാട് കോടികളുടെ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ ബിസിനസ് ഒന്നും കൊണ്ടുവരാൻ പറയുന്നില്ല ഒരു കോർ കമ്മിറ്റി മെമ്പർ ആവാൻ. ഈ ഒരു IT കമ്പനിയുടെ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് ഒരു കോർ കമ്മിറ്റി മെമ്പർ ആവാൻ നമ്മൾ ഒരു ഫാമിലി യൂസർ, നമ്മൾ ഡയറക്റ്റ് 10 പേരുടെ ഫാമിലി യൂസർ ആക്കിയിട്ടുണ്ടെങ്കിൽ ആവാമെങ്കിൽ നമുക്കറിയാം നമുക്കൊരു ഫാമിലി യൂസറിന് വരുന്നത് എത്രയാ? GST അടക്കം 14,157. 3 സേവ് ആപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ, അതേപോലെ 10 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ 10 × 14,157 GST അടക്കം 1.5 ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള ബിസിനസ് വെച്ചാൽ നാളുകളിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന, എല്ലാവരും ഉപയോഗിക്കുന്ന, എല്ലാവരും അത്യാവശ്യമായിട്ട് കാണുന്ന ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ലോകത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു കോർ കമ്മിറ്റി മെമ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് അതിലേക്ക് ഫാസ്റ്റ് ആയിട്ട് എത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. DCM ബോണസ് എന്താണ്? നെക്സ്റ്റ്, നമ്മൾ ഒരു കോർ കമ്മിറ്റി മെമ്പർ ആകണം. നമ്മുടെ ഡയറക്റ്റ് 10 പേർ കോർ കമ്മിറ്റി മെമ്പർ ആയാൽ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്നു. DCMലേക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങള്, സേവ് ആപ്പ് എന്ന് പറയുന്ന പേഴ്സണൽ മാനേജ്മെന്റ് ഫുൾ ലൈവ് ആണ് കേട്ടോ. വണ്ടർ മാക്സ് എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ ഫുൾ ലൈവ് ആണ്. നമുക്ക് എല്ലാവർക്കും അത് ഉപയോഗിക്കാനും കുട്ടികൾക്ക് പഠിക്കാനും മാർക്കറ്റ് ചെയ്യാനും എല്ലാം ഫുൾ ലൈവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിന്റെ ബിസിനസ് പ്ലാന്, ഇൻകം, ഡെയിലി പേ ഔട്ട് എല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. അതേപോലെ തന്നെ ഇതിന്റെ മിനി വെബ്സൈറ്റ്, നമുക്ക് തരുന്ന വെബ്സൈറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഫുൾ ലൈവ് ആണ്. നമുക്കത് ഉപയോഗിക്കാം, നമുക്ക് എഡിറ്റ് ചെയ്യാം, നമ്മുടെ ബിസിനസ് ഉണ്ടെങ്കിൽ അതെല്ലാം അതിലൂടെ പ്രൊമോട്ട് ചെയ്യാം. അതെല്ലാം ഫുൾ ലൈവ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് ആയിട്ടും കാര്യങ്ങളും എല്ലാം ഫുൾ ലൈവ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഇനി വരാൻ പോകുന്നതാണ് ഈ സേവ് കാർട്ട്. ഈ കമ്പനിയുടെ തന്നെ നെക്സ്റ്റ് ഒരു പ്രോഗ്രാമാണ്. എന്താണെന്ന് കൃത്യമായിട്ട് നോക്കാം. ഈ ഒരു സേവ് കാർട്ടില് ഒരുപാട് പ്രൊഡക്റ്റുകൾ വരാൻ പോവുകയാണ്. മൊബൈല്, ലാപ്ടോപ്പുകൾ, അതേപോലെ തന്നെ ഡ്രസ് ഐറ്റംസ്, അത്തരത്തിലുള്ള ഒരുപാട് ഐറ്റംസ് ഈ കമ്പനി നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ, ഈ കമ്പനിയുടെ തന്നെ സ്വന്തം പ്രോഗ്രാം ആകുമ്പോൾ, ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ഒരുപാട് പർച്ചേസ് പോയിന്റ് സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു അവസരം കമ്പനി നമ്മളിലേക്ക് തരികയാണ്. നമുക്കറിയാം ഏതൊരാളും ഇതിലേക്ക് കടന്നു വരുമ്പോൾ 500 പർച്ചേസ് പോയിന്റ് ലഭിക്കുന്നുണ്ട്, 500 പർച്ചേസ് പോയിന്റ് ലഭിക്കുന്നുണ്ട്. സ്പോൺസർക്കാണെങ്കിൽ 100 പർച്ചേസ് പോയിന്റ് ലഭിക്കുന്നുണ്ട്. എത്ര പേർക്ക് വേണമെങ്കിലും റെഫർ ചെയ്യാം. × 100 കിട്ടുമ്പോൾ ഇതെല്ലാം നാളുകളിൽ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവസരമാണ്.
കമ്പനി പറയാണ്, നിങ്ങൾ ഫ്രീ യൂസറായിട്ട് കടന്നു വന്നു, നിങ്ങൾ പഠിക്ക്, മനസ്സിലാക്ക്, നിങ്ങൾക്ക് അതിന് സൂം മീറ്റിംഗ് ഉണ്ട് 3 നേരം. അതുകൂടാതെ റൈറ്റപ്പും വോയിസും PDF-ഉം വീഡിയോസും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനി വിസിറ്റ് ചെയ്യാം, കാര്യങ്ങൾ പഠിക്കാം, മനസ്സിലാക്കാം. ഇതെല്ലാം നമ്മളിലേക്ക് തന്നിട്ട് കമ്പനി പറയാം, നിങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ആക്റ്റീവ് യൂസർ ആവുകയാണെങ്കിൽ 4000 പർച്ചേസ് പോയിന്റ് കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. ഒരു പർച്ചേസ് പോയിന്റ് എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് വാല്യൂ ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കമ്പനി നമ്മൾ പറഞ്ഞതുപോലെ ഒരാഴ്ച കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, നമ്മൾ തിരക്കായി, ബിസിയായി, നമുക്കറിയാലോ ഓരോ കാര്യങ്ങളിലെ മുന്നിൽ. കമ്പനി പറയണം, വേണ്ട, നിങ്ങൾ ഒരു 14 ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു ആക്റ്റീവ് യൂസർ ആവുകയാണെങ്കിൽ 2000 പർച്ചേസ് പോയിന്റ് തരികയാണ്. അത് കഴിഞ്ഞാൽ ഏത് ടൈമിലാണോ ആക്റ്റീവ് ചെയ്യുന്നത് അവരുടെ സ്പോൺസർക്ക് ഒരു 500 കിട്ടുന്നതായിരിക്കും പർച്ചേസ് പോയിന്റ്. അല്ലാതെ മറ്റൊരു പർച്ചേസ് പോയിന്റ് ലഭിക്കുന്നില്ല. തീർച്ചയായിട്ടും കൃത്യമായിട്ട് നോക്കാം. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണ് നമ്മുടെ ഈ ഒരു IT കമ്പനി. 26ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും MySaving.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ ഈ ഒരു ലീഗൽ പേർപ്പസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കേട്ടു അല്ലെങ്കിൽ മനസ്സിലാക്കി അല്ലെ. എല്ലാ വ്യക്തികൾക്കും ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു സേവ് ആപ്പ് എന്ന് പറയുന്ന ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. കൃത്യമായിട്ട് ഞാൻ പറയാം, നമ്മൾ ഒരു കമ്പനി റൺ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സ്ഥാപനം റൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ് അവിടെ ഓരോ സിസ്റ്റം ഉപയോഗിക്കുന്നത്? അവിടുത്തെ A to Z കാര്യങ്ങൾ അറിയാൻ. കമ്പനികളും സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്നു, അവരുടെ എല്ലാ ഡീറ്റെയിൽസും അറിയുന്നു അല്ലെ. അത് അതിനു വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഈ അവതരിപ്പിക്കുന്നു എന്താണ്? പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. എല്ലാ വ്യക്തികൾക്കും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു സേവ് ആപ്പ്. അത് നമ്മളിലൂടെ ഒരു ഫോളോ അപ്പിലൂടെ എല്ലാവരിലേക്കും ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവന്ന് അതിലൂടെ ഒരു വരുമാനം, അതിലൂടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ശരിക്ക് നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. വണ്ടർ മാക്സ് ആണെങ്കിലോ കുട്ടികൾക്കും മാത്സ് ടീച്ചേഴ്സിനും ഒക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൂടാതെ ഇതിന്റെ പ്ലാൻ കേട്ടു, വളരെ എങ്ങനെ പോയാലും ഇൻകത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ബിസിനസ് പ്ലാന്. വേൾഡ് വൈഡ് നമുക്ക് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നോ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ്. ബിസിനസിന് വേണ്ടി ഒരു പൈസ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല കേട്ടോ. തീർച്ചയായിട്ടും കൃത്യമായി മനസ്സിലാക്കുക, ഒരു വൺ ടൈം പർച്ചേസ് ആണ്. ഈ ഒരു IT കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടി കടന്നു വരികയാണ് ഫ്രീ യൂസർ, അതല്ലെങ്കിൽ ഒരു ആക്റ്റീവ് യൂസർ, അതല്ലെങ്കിൽ ഒരു ഫാമിലി യൂസർ. നമ്മൾ തീരുമാനിക്കുന്നു എങ്ങനെ വരണം എന്നുള്ളത്. അല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഇരട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഒരു പ്രോഗ്രാം എല്ലാം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിൽ കടന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാണ്, നിങ്ങൾ വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ശരിക്ക് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്നും ഏത് കാലത്തും വരുമാനം നമ്മളിലേക്ക് എത്തുന്നതായിരിക്കും ഈ ഒരു സിസ്റ്റത്തിലൂടെ. തീർച്ചയായിട്ടും ലൈഫ് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്, ഫാസ്റ്റ് പേ ഔട്ട് ആണ്. വെറും 4 സ്റ്റെപ്പ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, മൊബൈൽ റീചാർജ് ആൻഡ് DTH റീചാർജ് ഏതെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ട് ആരംഭിക്കൂ. അതേപോലെ തന്നെ നമ്മുടെ റെഫർ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ബിസിനസ് പ്ലാൻ കൊടുക്കുക, അതേപോലെ തന്നെ വരുമാനം അക്കൗണ്ടിലേക്ക് വാങ്ങിക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ശരിക്ക് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു അവസരമാണ്. നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് എല്ലാവർക്കും നാളെ മോർണിംഗ് 6 മണിക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ആർക്കെങ്കിലും പരിചയപ്പെടുത്തണമെങ്കിൽ പരിചയപ്പെടുത്താം. അതേപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ചോദിക്കാം, 1 or 2 പേർക്ക് സംസാരിക്കാം. അത് കഴിഞ്ഞ് നാളെ മോർണിംഗ് വളരെ പവർഫുൾ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ആൾ.